വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ഈ സുജിത് ദാസിൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഓഫീസർമാർ സുജിത് ദാസിൻ്റെ അമ്മ വിളിച്ചു സംസാരിച്ചു. മകൻ എന്താ പറ്റിയത്, ഈ ഫർണിച്ചർ കത്തിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആ അമ്മക്ക് അന്ന് മനസ്സിലായിട്ടില്ല. ഇത്രത്തോളം തെളിവുകൾ. കൊണ്ടോട്ടി അങ്ങാടിയിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, 5 പൈസക്ക് ഗതിയില്ലാതെ ഇരുന്ന ഒരു സ്വർണ്ണ തട്ടാൻ ആ കൊണ്ടോട്ടി അങ്ങാടിയിൽ മുഴുവൻ വാരിക്കൂട്ടിയ സ്വത്തുക്കൾ ഈ നിൽക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ കാണിച്ചു തന്നതാണ്. ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാ അന്വേഷണത്തെയും അട്ടിമറിച്ച് പിണറായിക്കുള്ള സംരക്ഷണം ഒരുക്കുന്ന ആ കൊള്ള സംഘം. ഞാൻ അന്ന് പറഞ്ഞു, പിണറായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കള്ളക്കടത്തിൽ ഇൻവോൾവാണ്, ഈ എല്ലാ കള്ളക്കച്ചവടത്തിൽ ഇൻവോൾവാണ്, പി ശശി ഇൻവോൾവാണ്, നൊട്ടോറിയസ് ക്രിമിനൽ എന്ന സുജിത് ദാസിനെ അന്ന് വിളിച്ചത്, ഈ പറയുന്ന ADGP അജിത് കുമാറിന്. അതിൻ്റെ മുകളിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ആ ക്രിമിനൽ സംഘം ഇറങ്ങിപ്പോവാണ്. അതിന് നേതൃത്വം നൽകിയ ആ ടീമാണ് ഈ 4-ാം തീയതിയോട് കൂടി കേരളത്തിലെ ജനത അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഒരു വെള്ള പേപ്പറിൽ ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ട് ഈ പറയുന്ന സുജിത് ദാസിനെയൊക്കെ അങ്ങ് രക്ഷിച്ച് കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം, നാട്ടിലൊരു നാടൻ ചൊല്ലുണ്ട്, നമ്മളെ ചെമ്മീൻ ചെള്ളി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ചെമ്മീൻ ചാടിയാൽ ഒന്ന് വലയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ എന്നുള്ളൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സുജിത് ദാസും ഈ അജിത് കുമാറൊക്കെ അഴി എണ്ണുന്നത് വരെയുള്ള ഈ പോരാട്ടം കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനേ സാധിക്കുള്ളൂ. ആ കോടതിയുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അല്ല, വേറെന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പം അജിത് കുമാറിൻ്റെ കേസിൽ ഇപ്പം എന്തായാലും നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് പോയി, ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുത്ത ക്ലീൻ ഷീറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരത്ത് കേസുണ്ട്. നമുക്കിത് കേസ് നടത്തിയിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ ഗവൺമെൻറ്റാണ് ഈ ഇറങ്ങിപ്പോകുന്നത്, പ്രത്യേകിച്ചും PWDയിൽ. ഒരു അഴിമതി കേസ് എവിടെയെങ്കിലും ഉണ്ടോ? കൊടുത്ത ഒരു പരാതി അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ഗവൺമെൻറ്റിനെതിരെ കഴിഞ്ഞ 10 കൊല്ലമായി ജനങ്ങൾ ഉയർത്തിയ അഴിമതിയിൽ ഏതെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയോ? എങ്ങനെ കണ്ടെത്തുക? ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇവർ തന്നെയാണ് ഈ പറയുന്ന പി ശശിയുടെ കീഴിലുള്ളത്. കേരളത്തിൽ ഒരു നീതിയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടില്ല. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ എത്തിയിട്ടുണ്ട്? 34.5 കിലോ സ്വർണം പോയി എന്നത് വസ്തുതയാണ്. 439 ഗ്രാം റിക്കവർ ചെയ്തിട്ടുള്ളൂ. 34 കിലോ സ്വർണം എവിടെയെന്നറിയില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പ്രതിയായപ്പെട്ടവർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം അയ്യപ്പൻ തന്നെ അയ്യപ്പൻ്റെ സ്വർണം കട്ടതാണോ എന്ന് സംശയിക്കേണ്ട അടുത്തേക്ക് ഈ കേസിനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു ഈ ഗവൺമെൻറ്. ഇതല്ലേ ഇവരുടെ അന്വേഷണ രീതി? അപ്പോൾ പിന്നെ ഞാനതിൽ പറയേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾക്കതിൽ നീതി ലഭ്യമാകാൻ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇദ്ദേഹം നടത്തിയ ഫോൺ കോളുകൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഷെബീറൊക്കെ ഒന്ന് മലപ്പുറത്താണ് ഉള്ളത്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ഈ മുഴുവൻ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് മണിക്കൂറുകൾ നീളുന്ന ഈ കോൾ. നിങ്ങളുടെയൊക്കെ മുന്നിലാണ് നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്തത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ആർക്കവൈസിൽ അതുണ്ട്. അപ്പോൾ ആ ഫോൺ കോൾ ഞാൻ ചെയ്തതല്ല, എൻ്റെ ശബ്ദമല്ല എന്ന് ഈ പറയുന്ന സുജിത് ദാസ് പറഞ്ഞതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്ത് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും പച്ചയായി പറ്റിക്കുക എന്നതാണ്. ഇതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. സുജിത് ദാസും അജിത് കുമാറും മാമി തിരോധാന കേസായാലും ശരി, ഇടവണ്ണയിൽ എൻ്റെ നാട്ടിലെ കൊച്ചു പയ്യന് 25 വയസ്സായ പയ്യനെ ഇവരുടെ മാഫിയ സംഘത്തിൻ്റെ ഭാഗമായി തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വെടിവെച്ച് കൊന്ന റിദാൻ ബാസിൽ, ഇതൊക്കെ നാട്ടിലുണ്ട്. ഇതൊന്നും ആരും വിടും എന്ന് വിചാരിക്കണ്ട. നമ്മളൊന്നും ഇതിൻ്റെ പിന്നൊന്നും പോയിട്ടില്ല. നമ്മൾ കൊടുത്ത എവിഡൻസുകളുണ്ട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എവിഡൻസുകളുണ്ട്. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം തുടരും. ഈ പറയുന്ന അക്രമികളായ ഈ കൊള്ള സംഘത്തെ അഴിക്കുള്ളിലാക്കും. അതൊരു തർക്കമില്ല. അതിൻ്റെ പോരാട്ടം തുടരും. സാങ്കേതികമായിട്ട് ഈ ഫോൺ മുന്നോട്ട് വെക്കാതെ അല്ല, അതാ പറയുന്നത്. ഓരോ അന്വേഷണത്തിനും അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആദ്യം എന്താ ചെയ്യേണ്ടത്? പരാതി കൊടുത്തവൻ്റെ അടുത്തൊരു മൊഴിയെടുക്കും. ആ മൊഴിയുടെ ഭാഗമായിട്ടാണ് എവിഡൻസ് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ് എവിഡൻസ് കൊടുക്കൽ. എവിഡൻസ് ഇല്ല, മൊഴിയെടുക്കലില്ല, ഒന്നുമില്ല. ഒരു കത്ത്, നിങ്ങൾ ആ ഫോൺ ഹാജരാക്കണം. നിങ്ങൾ നൽകിയ പരാതിയിൽ അന്യ ഡേറ്റിൽപ്പെട്ട പരാതിയിൽ സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ ഫോൺ ഹാജരാക്കണമെന്നുണ്ട്. നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ ഹാജരാക്കുക? അല്ല, ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്ന് അവർ പറഞ്ഞു പോയാൽ മതി. കടലാസിൽ എഴുതി വെച്ചാൽ മതിയോ? ഒരു നോട്ടീസും നൽകിയിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസിൽ എൻ്റെ അടുത്ത് മൊഴിയെടുത്തത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലുള്ളതിന് മാത്രമാണ്
ക്രൈംബ്രാഞ്ച് എൻ്റെ അടുത്ത് മൊഴിയെടുത്തിട്ടുള്ളത്. സുജിത്ദാസുമായി ബന്ധപ്പെട്ട ഈ ഫോൺ കോൾ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ അന്വേഷണത്തിനും കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്നെ സമീപിച്ചിട്ടില്ല. അത് തന്നെ കള്ളക്കളിയല്ലേ? അതാണ് എല്ലാം മനസ്സിലാക്കേണ്ടത്. അവർക്ക് ആകെ ആവശ്യം എന്തായിരുന്നു? എൻ്റെ ഫോൺ എങ്ങനെയും കിട്ടണം. അത് തരില്ല എന്ന് പറഞ്ഞു ഞാൻ. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ ആ പ്രൊസീജിയർ ഞാൻ നമ്മളൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടല്ലേ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ആ ലീഗൽ ഒപ്പീനിയനിൽ നിന്ന് കിട്ടുന്നത് ഒരു കേസന്വേഷണത്തിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പരാതിക്കാരൻ ഒരു പരാതി എഴുതി അയച്ചാൽ ആ പരാതിക്കാരനെ വിളിച്ചിരുത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ മൊഴിയെടുപ്പാണ്. ആ മൊഴിയെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ടത്. ആ സ്റ്റേജിലേക്ക് പോയിട്ടില്ല. നമ്മളതുകൊണ്ട് അതിന് സഹകരിക്കാൻ നിന്നിട്ടില്ല. കൊടുത്ത എവിഡൻസുമായി അവർ പോകും. ഫോണ് കൈവിട്ടാൽ പിന്നെ ആരോട് പോയി പറയാനാ? പടച്ചവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സാധനം അവർ കൊണ്ടുപോയി പൂത്തുമെന്ന് എനിക്ക് ഉറപ്പല്ലേ? നമ്മൾ കണ്ടതല്ലേ, എത്ര എണ്ണം കണ്ടു ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെ. അതുകൊണ്ടാണ് ഫോൺ കൊടുക്കാതിരുന്നത്. തീർച്ചയായും അതിനുള്ള ത്രാണി വരാനിരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ടാവണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ഈ പോലീസ് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, അവർ നടത്തിയിട്ടുള്ള MDMA കച്ചവടം, അവർ നടത്തിയിട്ടുള്ള കൊണ്ടോട്ടി എയർപോർട്ടുമായി ബന്ധപ്പെടുത്തിയ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 9:30 മണി കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ പരിസരത്ത് എല്ലാ കടകളും അടക്കണം. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ? 9:30 മണി കഴിഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ കടകളും അടക്കണം. ആരെ നിർദ്ദേശ? ഈ സുജിത്ദാസിൻ്റെ നിർദ്ദേശം. ലോകത്ത് CRPCയിലോ IPCയിലോ ഒന്നുമില്ല. എന്തിനാണ്? ആ ഇരുട്ടത്ത് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ എയർപോർട്ടിൽ നിന്ന് കടന്നു വരുന്ന സ്വർണം ഇരുട്ടത്ത് വെച്ച് പോലീസിന് ഈ പറയുന്ന അവർ നടത്തിയിരുന്ന ഈ മാനിപ്പുലേഷനുള്ള സൗകര്യമൊരുക്കാൻ സ്റ്റാൻഡിങ് ഓർഡർ വായ കൊണ്ടല്ലേ എഴുതി ഓർഡർ കൊടുത്തു. അതിന് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വ്യാപാരികൾ, ചേംബർ ഓഫ് കോമേഴ്സ്. ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ പച്ചയായി നടത്തിയ കൊള്ളയാണ് ഈ പറയുന്ന നമ്മുടെ കരിപ്പൂർ എയർപോർട്ട്. സുജിത്ദാസ് നടത്തിയിട്ട് ഇവിടുത്തെ കള്ളക്കേസുകൾ നിങ്ങൾക്കറിയാം. 20,000, 30,000, 40,000, 50,000 കേസുകൾ മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരുടെ പേരിൽ. എന്നിട്ട് മുഖ്യമന്ത്രി അവസാനം ഡൽഹിയിൽ പോകുന്നു, ഹിന്ദു പത്രത്തെ വിളിച്ച് വരുത്തുന്നു, അവരോട് പറയുന്നു ഈ പറയുന്ന ദേശീയ സുരക്ഷയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വലിയ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ, അതിൻ്റെ കേന്ദ്രം എയർപോർട്ടാണെന്ന് പറയുന്നു. ഇന്ത്യ ഒട്ടാകെ ചർച്ചയാകുന്നു, പാർലമെൻറ്റിൽ ചർച്ചയാകുന്നു. ഒരു സമൂഹത്തെ മുഴുവൻ ക്രിമിനൽസാക്കിയ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ക്രിമിനലാകാനുള്ള വഴിയൊരുക്കി കൊടുത്തത് ആരാണ്? ഈ സുജിത്ദാസ. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പാർലമെൻറ്റിൽ വന്നൊരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണ്? അതിൻ്റെ ഉത്തരം എന്താ? മലപ്പുറം ജില്ല. അപ്പോൾ എന്താണോ BJP RSS കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിച്ചത്, മലപ്പുറത്തെ ഒരു പാകിസ്ഥാനാക്കണം, ഇവിടെ ക്രിമിനൽ ജില്ലയാക്കണം, അതിനുള്ള വഴിയൊരുക്കി കൊടുത്തവനാണ് ഈ സുജിത്ദാസ്. കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നു. ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ലയിലൊന്ന് മലപ്പുറം. എന്താ കാരണം? അവിടെ ന്യൂനപക്ഷ സമുദായങ്ങളാണ് ഏറ്റവും കൂടുതൽ. 70-80% ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ജില്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ല. അതിന് വഴിയൊരുക്കി കൊടുത്തവനാണ് ഈ സുജിത്ദാസും അജിത് കുമാറും. അത് ഡൽഹിയിൽ പോയി പ്രഖ്യാപിച്ചവരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൻ്റെയൊക്കെ മറുപടി 2 ദിവസം കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാവും. ജനങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെപ്രാളാണ്. നാളെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോഴേക്കും അജിത് കുമാറിനെ എന്തായാലും രക്ഷപ്പെടുത്തി. ഇനി സുജിത്ദാസിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ ക്ലീൻ ചീറ്റ്. പക്ഷേ ആ ക്ലീൻ ചീറ്റ് കൊണ്ടൊന്നും ഈ നിയമ പോരാട്ടം അവസാനിക്കില്ല എന്ന് ഈ അജിത് കുമാറും സുജിത്ദാസും അതിന് സഹായമേകുന്ന P ശശിയും ഈ പിണറായി വിജയനും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതെടുക്കേണ്ടി വരുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്താ? പിണറായിസമാണ്. പിണറായിസത്തിൻ്റെ ബാക്കി പത്രമാണിത്. ഈ ജനങ്ങൾ പിണറായിക്കെതിരെ ചെയ്യുന്ന വോട്ടാണ്. പിണറായിക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഈ സത്യം കൂടി അറിയാനാണ്. അയ്യപ്പൻ്റെ സ്വർണം എവിടെ പോയി എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ എന്നറിയണം. ആരാണ് ഈ പറയുന്ന വിശ്വാസികൾ കൊടുത്ത ഈ സ്വർണം അടിച്ചു മാറ്റിയത്? അതിന്ന് വരാനിരിക്കുന്ന ഗവൺമെൻറ് നിന്ന് പിന്മാറാൻ പറ്റുമോ? ഈ അടിച്ചു മാറ്റിയ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത്, എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം ആരാണിത് മുക്കിയത്? ഈ ജനങ്ങൾക്കറിയണ്ടേ? ഇവിടെ നടന്ന ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രൈവറ്റായിട്ട് ADGP അജിത് കുമാറിൻ്റെ കീഴിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും
ഒരു സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രവർത്തിപ്പിച്ചവനാ ഈ പറയുന്ന അജിത് കുമാർ. അത് അന്വേഷിക്കാതെ പോകാൻ പറ്റുമോ അടുത്ത ഗവൺമെൻറ്റിന്? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാത്തിൻ്റെയും ഒരു കൂടിയ അതിൻ്റെ ഒരു സങ്കരവർഗമാണ് നമ്മളീ പറയുന്ന പിണറായിസം. ആ പിണറായിസത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, അടിവരയിട്ട് പറയാൻ ഞാൻ, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർ, അവരാണ് ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നത്, അവരാണ് പിണറായിക്കെതിരെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സത്യസന്ധമായിട്ട് UDF ലീഡർഷിപ്പ് അന്വേഷിക്കും. ആ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അടിച്ചു മാറ്റിയ സർക്കാരിൻ്റെ സ്വത്തുക്കൾ തിരിച്ചു കൊണ്ടുവരണം. ഇന്നലെ തന്നെ ഈ PWD മന്ത്രിയെക്കുറിച്ച് റിട്ടയർ ചെയ്തിട്ടുള്ള IAS ബിജു പ്രഭാകരൻ എന്താ പറഞ്ഞത്? അദ്ദേഹം 91 ദിവസമാണ് അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റിയത്. അദ്ദേഹത്തെ സ്ഥലം മാറ്റി. എന്താണ്? 65 കോടി രൂപയുടെ ഒരു അഴിമതി ഒരൊറ്റ വർക്കിൽ അദ്ദേഹം കണ്ടെത്തിയെന്ന്. അപ്പോൾ എത്ര കോടിയാണ് അടിച്ചു മാറ്റിയത്? ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറയുന്ന ഈ പിണറായിയുടെ കുടുംബ സ്വത്താണത്, ഒരു തർക്കവുമില്ല. ആ 10,000 കോടി രൂപ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ബാധ്യത വരാനിരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ് മുന്നോട്ട് പോവുക. തിരിച്ച് പിടിക്കുമതെല്ലാം. റിയൽ ലെഫ്റ്റ് വേണമല്ലോ. ഇടതുപക്ഷം ഇവിടെ തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന മുഴുവൻ ഈ പറയുന്ന ജനങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷം ഈ രാജ്യത്ത് ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ എപ്പോഴും ജവഹർലാൽ നെഹ്റു ഒരു ലെഫ്റ്റിസ്റ്റായിരുന്നു, ഒരു ഇടതുപക്ഷ, ഒരു സോഷ്യലിസ്റ്റായിരുന്നു. ആ ആശയത്തെ നിലനിർത്തുന്ന ഒരു ലെഫ്റ്റ് ഇവിടെ ഉണ്ടാവണം. അപ്പോൾ അതിന് സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. പിണറായിസത്തിൻ്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവിടെ എന്താ പറയുക, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് സഖാക്കളും നേതാക്കളും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുണ്ട്. അവരൊന്നും ഒറ്റപ്പെടാൻ പാടില്ല. അതിനെല്ലാവർക്കും കൂടി യോജിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു റിയൽ ലെഫ്റ്റ് പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാവും. അത് UDF ലീഡർഷിപ്പുമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും ഒരുമിച്ച് UDFനോട് സഹകരിച്ച്, ഈ ദേശീയ രാഷ്ട്രീയത്തോട് സഹകരിച്ച് പോകാൻ പറ്റുന്ന ഒരു റിയൽ ലെഫ്റ്റ് സംവിധാനം ഇവിടെ ഉണ്ടാകും. അത് തർക്കമില്ല. പലരെയും കണ്ടിട്ടുണ്ട്, ഇനി പലരെയും കാണാൻ നിൽക്കുകയാണ്. പലരും 4-ാം തീയതിക്ക് ശേഷം പുറത്തു വരും. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള എന്താ പറയുക, G സുധാകരനും നമ്മുടെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കുഞ്ഞികൃഷ്ണേട്ടനും ഇദ്ദേഹം ഗോവിന്ദമാഷ് മാത്രമാണെന്നുള്ളത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. കർട്ടന് പുറകിൽ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളോടൊപ്പം, ഈ നാട്ടിലെ തൊഴിലാളികളോടൊപ്പം ജീവിക്കുന്ന നിരവധിയായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള. അതിനൊരു കൂട്ടായ്മ ഇവിടെ ഉയരും.